വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയപ്പെട്ടവരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജന്മാഷ്ടമി ദിനമാണ്. നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷ പരിപാടികൾ നടന്നു. പക്ഷേ ഇന്ന് വാർത്തകളിലേറെയും നിറഞ്ഞിരിക്കുന്നത് അപകടങ്ങളും മരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അത് നോക്കാം. പ്രധാന വാർത്തകൾ. ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് ടിപ്പർ ലോറി വീണ് ഡ്രൈവർ മരിച്ചു. എടവണ്ണ ആമയൂർ റഹ്മത്ത് ഗ്രാനൈറ്റ്സിലാണ് അപകടമുണ്ടായത്. തിരുവാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോരൂരിൽ കാർ കഴുകുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിലും വണ്ടൂരിലും തിരുവാലിയിലും എടക്കരയിലും ശോഭയാത്രകൾ നടത്തി. ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് ടിപ്പർ ലോറി വീണ് ഡ്രൈവർ മരിച്ചു. എടവണ്ണ ആമയൂർ റഹ്മത്ത് ഗ്രാനൈറ്റ്സിലാണ് അപകടമുണ്ടായത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ എടവണ്ണ ആമയൂരിൽ ഉണ്ടായത്. ക്വാറിയിലേക്ക് ലോഡ് എടുക്കുന്നതിന് വേണ്ടി പോയ ടിപ്പർ ക്വാറിയിലേക്ക് പോകുന്ന വഴിയിൽ സമീപത്തെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് ടിപ്പർ ലോറി വീണ് ഡ്രൈവർ മരിച്ചു. എടവണ്ണ ആമയൂർ റഹ്മത്ത് ഗ്രാനൈറ്റ്സിലാണ് അപകടമുണ്ടായത്. കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശി റാഷിദ് എന്ന 26-കാരനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. റോഡ് പണിക്കായി ക്വാറി വേസ്റ്റ് കയറ്റാൻ എത്തിയതായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹവും ലോറിയും വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. തിരുവാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് മറ്റൊരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. തിരുവാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തിരുവാലി ടൗണിനടുത്ത് കരിഞ്ചീരിക്കുന്നിൽ താമസിക്കുന്ന ചിറക്കൽ സുധീഷ് എന്ന 42-കാരനെയാണ് മുറിയിലെ കട്ടിലിൽ മരിച്ച നിലയിൽ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം കണ്ടെത്തിയത്. 2 ദിവസമായി കാണാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ പരിശോധനയിലാണ് മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ടൗണിനോട് ചേർന്ന് ഫർണിച്ചർ ഷെഡ് നടത്തി വരികയായിരുന്നു. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയും മക്കളും അവരുടെ വീട്ടിലാണ് താമസം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോരൂരിൽ നിന്നുമാണ് മറ്റൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. കാർ കഴുകുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പോരൂരിലെ സജീവമായ ഒരു നാട്ടുകാരൻ കൂടിയാണ് മരണപ്പെട്ട യുവാവ്.
വീട്ടിൽ കാർ കഴുകുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വാണിയമ്പലം പെട്രോൾ പമ്പ് ഉടമ ഉപ്പിലാപ്പറ്റം മന UC മുകുന്ദൻ്റെ മകൻ മുരളീകൃഷ്ണൻ ആണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 5:30 ദാരുണമായ അപകടമുണ്ടായത്. വീട്ടിൽ നിന്നും കാർ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രഷർ വാഷിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം വീട്ടിലെത്തിക്കും. ഏതായാലും ഈ ഒരു നല്ല ദിനത്തിൽ ഒട്ടനവധി മരണങ്ങളും അപകടങ്ങളും ഒക്കെയാണ് ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. തീർച്ചയായും വളരെ ദുഃഖകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് എന്ന് പറയേണ്ടി വരും. ദ യുണൈറ്റഡ് ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്ത് മുറിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലാ ദിനം ആചരിച്ചു. വാർത്ത കാണാം. വായനശാല മുറ്റത്ത് പതാക ഉയർത്തലും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ദീപ ടീച്ചർ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഗ്രന്ഥശാലാ ദിന സന്ദേശം നൽകി. കമ്മിറ്റി മെമ്പറായ രഘുരാജ്, ലൈബ്രറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി. വീഥികളെ അമ്പാടികളാക്കി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ നടന്ന ശോഭയാത്ര നയന മനോഹരമായിരുന്നു. നിലമ്പൂർ വീട്ടിക്കുത്ത്, മുതുകാട് തുടങ്ങിയവിടങ്ങളിൽ നിന്നും വന്ന ശോഭയാത്രകൾ നടുവിലക്കളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സംഗമിച്ച് അവിടെ നിന്ന് മഹാശോഭയാത്രയായി നിലമ്പൂർ നഗരം ചുറ്റി വീരാടൂർ ക്ഷേത്രത്തിലാണ് സമാപിച്ചത്. കൃഷ്ണവേഷധാരികളായ കുരുന്നുകളും രാധാവേഷധാരികളായ കൊച്ചു പെൺകുട്ടികളും നിശ്ചല ദൃശ്യവും വാദ്യമേളങ്ങളുമൊക്കെ ശോഭയാത്രയ്ക്ക് മിഴിവേകി. നൂറുകണക്കിന് ആളുകൾ ശോഭയാത്ര കാണുന്നതിന് വേണ്ടി വഴിയോര വീഥികളിൽ തടിച്ചുകൂടിയിരുന്നു. ശോഭയാത്രയുടെ ഭാഗമായി നഗരത്തിൽ ഗോപിക നൃത്തങ്ങളും അരങ്ങേറി. തിരുവാലിയിലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടത്തിയത്. നഗരത്തിൽ ശോഭയാത്ര നടത്തി. നിരവധി പേരാണ് ശോഭയാത്രയിൽ പങ്കെടുത്തത്. വാദ്യമേളങ്ങൾ, ദൃശ്യങ്ങൾ, കൃഷ്ണവേഷധാരികളായ ബാലിക ബാലകന്മാർ തുടങ്ങിയവയൊക്കെ ശോഭയാത്രയ്ക്ക് മിഴിവ് പകർന്നു. തിരുവാലി കൈലാസം ക്ഷേത്രം ഭാരത് ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. പിന്നീട് ശോഭയാത്രകൾ സംഗമിച്ച് വിവിധ ഗോപികാ നൃത്തങ്ങൾ, അനുബന്ധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. Hare
कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 ഇന്ന് ഞായറാഴ്ചയാണ്, പൊതുവിൽ വാർത്തകൾ കുറവുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇടവേളകളില്ലാതെ ആണ് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് ടിപ്പർ ലോറി വീണ് ഡ്രൈവർ മരിച്ചു. എടവണ്ണ ആമയൂർ റഹ്മത്ത് ഗ്രാനൈറ്റ്സിലാണ് അപകടമുണ്ടായത്. തിരുവാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോരൂരിൽ കാർ കഴുകുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിലും വണ്ടൂരിലും തിരുവാലിയിലും എടക്കരയിലും ശോഭയാത്രകൾ നടത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വൺ ടി വി ന്യൂസിൽ വിശദമായ വാർത്തകളുമായി തുടർ ദിവസങ്ങളിൽ കാണാം. നമസ്കാരം. വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.